ഇപ്പൊ ഇട്ട കളർ ഏതാ നിങ്ങള്? ഇപ്പൊ ഇട്ട കളർ ഏതാ? ആ സാധനം എടുത്തേ, അതെടുക്ക്. ഈ കളറ് ഇഷ്ടല്ല. അത് ഇപ്പൊ ഇട്ട ഏതാ? അത് ഡാർക്ക് ഉരുള അറിയാ. വീണിട്ട് ഇങ്ങനെ നിരങ്ങി കടലും കാറ്റും. അത് മന്ത്രി സ്ഥാനത്ത് വാട്ട്മാൻ. എന്താണ് കഥ? പിന്നെ ഈ സുന്ദരനായ ചെക്കന് പെണ്ണന്വേഷിക്കുന്നുണ്ട്. ആരെങ്കിലും പറയാ. വയസ്സ് പറയുന്നില്ല. ഹൈറ്റ് 6.3. 6 ഇല്ലേ? ആ കണ്ട കറക്റ്റ് തന്നെയാണ്. 6.2. അത് കുഴപ്പമില്ല. ഇല്ല, ഒരു പ്രാവശ്യം ഒരാളെ പ്രൊമോഷൻ ചെയ്യുള്ളൂ. അടുത്തതിന് നിങ്ങളെ പറയാ. എന്നാ കുഴപ്പമില്ല, കാണിച്ചിട്ടായിരിക്കും. ആളെ പെണ്ണിന് ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ റിലയൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ? ഇതല്ലേ അത് ഗംഭീര. നോക്കട്ടെ, നോക്കിക്കോ. ഞാൻ നോക്കട്ടെ, ടിക്ടോക്ക് വീഡിയോ എടുക്കാം. സമാധാനായിട്ട് നോക്കട്ടെ. ശല്യം ചെയ്യുന്ന നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. എന്ത് ബ്ലാക്ക്? പൊടി പിടിച്ച ബ്ലാക്ക്. പൊടി പിടിച്ച ബ്ലാക്ക് എന്നാണ് ആ ഇംഗ്ലീഷിലൊക്കെ ഭയങ്കര സംഭവമായിട്ട് വരുന്നത്. ഇതൊക്കെ എന്താ ഒളിപ്പിച്ച് വെച്ച് തുടങ്ങും നിങ്ങള്? കണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ആ സൈഡിലേക്കൊക്കെ നോക്കുക, എന്നിട്ട് അത് പിടിക്കുക. ഓരോന്ന് എടുത്ത് പോണ നോക്കിയ അവിടുന്ന് അമ്മയുടെ നോട്ടം അങ്ങോട്ടേക്ക് മാറി. കാര്യമായിട്ട് നോക്കണ്ടല്ലോ. ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് എവിടെ സ്ഥലം എന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. നമ്മുടെ ചാവക്കാട് റിലയൻസിൽ തന്നെയാണ് കേട്ടോ. നമ്മുടെ ചുരിദാർ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓടി എത്തുന്ന സ്ഥലം നമ്മൾ റിലയൻസിലേക്ക് തന്നെയാണ് കേട്ടോ. അപ്പം എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ചുരിദാർ എടുത്തു തരാൻ വേണ്ടി കൊണ്ടുപോയിട്ട്, അച്ഛൻ എന്ന് പറഞ്ഞത് പൊന്നിൻ്റെ ഒരു ഇതിലാണ്. അതിനായിട്ട് ചുരിദാർ എടുത്തു തരാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പം ഞാനും പൊന്നും ആ റിലയൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് പറ്റിയൊക്കെ എടുത്തു തന്നിട്ട് അവിടുത്തെ കുട്ടികാരും ചേച്ചി തൊട്ടൊക്കെ ചേച്ചിക്ക് ചേരും ചെയ്തതാണ്. അങ്ങനെ ഞാനും പൊന്നും ഞങ്ങൾക്ക് രണ്ടാക്കും ഒരുപോലത്തെ എടുക്കാനും ഇഷ്ടമാട്ടോ. അങ്ങനെ വെസ്റ്റേൺ ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ഇതൊരു വെസ്റ്റേൺ മോഡൽ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ഷോർട്ട്സ് ഇറക്കി കഴിഞ്ഞാൽ ഒരു ഫുൾ വീഡിയോ നമുക്കിത് കാണാം കേട്ടോ. ഫുൾ വീഡിയോ വെച്ചാൽ ഫുള്ളായിട്ടുള്ളത്. ഇത് ഷോർട്ട്സിന് എടുത്താലും നമുക്കിത് ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല. അതാ അങ്ങനെ ഞാനിതേ ഒരുപാട് ചുരിദാറുകൾ ഇട്ടിട്ട് നോക്കട്ടോ. അപ്പോൾ എനിക്ക് ബ്ലാക്കിനേക്കാൾ മുന്നേ ഇട്ട ചുരിദാറുകളൊക്കെ നല്ല ഇഷ്ടമായിട്ട്. ഈ ഒരു ചുരിദാറും ഭയങ്കര ഇഷ്ടമായി. ഇതിന് മുന്നേ ഇട്ട ചുരിദാർ ഇഷ്ടം. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഏതാണെന്ന് അറിയാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് ഏതാണ്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കെല്ലാം ചുരിദാർ ഇഷ്ടമായി. പക്ഷേ പേഴ്സണലി നമ്മൾ ഓരോന്നിനോട് പ്രത്യേക ഒരു ഇഷ്ടം തോന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് പർച്ചേസിങ് കാര്യങ്ങളാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒരുപാട് ആഘോഷങ്ങളും കാര്യമൊന്നുമില്ല. എന്താ വെച്ചാൽ മരയ്ക്ക് പോകുന്ന സീസൺ കാരണം അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ആഘോഷിക്കാനോ ഒന്നിനും പറ്റിയൊരു ഇതല്ലല്ലോ. അപ്പോൾ എന്തായാലും ഒരു ഡ്രസ്സ് അത് നിനക്ക് ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി ചുരിദാർ ഇതാട്ടോ. പൊന്നിനും ഭയങ്കര ഇഷ്ടം. പൊന്നിൻ്റെ സൈസിലില്ല. പൊന്നു അതാണ് വിഷമിച്ചിരിക്കുന്നത്. പക്ഷേ ഒരുപാട് സൈസിനും എൻ്റെക്കാളും കൂടുതൽ അതിൽ XXL, XL, XXL, 4XL ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട്. അതാണ് ഈ ഒരു ചാവക്കാടുള്ള ചുരിദാർ കടയുടെ ഏറ്റവും വലിയ പ്രത്യേകത. എത്ര തടിയുള്ളവർക്കുള്ള ഡ്രസ്സും അവിടെ ചുരിദാറും അവിടെ കിട്ടും കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. അങ്ങനെ ഇതേ നമ്മളിങ്ങനെ ഓരോന്ന് ഇട്ടിട്ട് വരാട്ടോ. അപ്പോൾ പുതിയ മോഡൽ അവർ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവർ കെട്ട് പൊട്ടിച്ചിട്ടില്ല. പക്ഷെ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് നമുക്ക് ആ കെട്ടൊക്കെ പൊട്ടിച്ച് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. ഇനി ഒരു സ്റ്റോക്ക് ഇറക്കാൻ ഇതിൻ്റെ മെയിൻ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നില്ല. മെയിനായിട്ട് എല്ലാവരും മെയിനായിട്ടോ ഇവിടെ അല്ല നമ്മൾ പോകുമ്പോഴുള്ള ഒരാളും കൂടി ആളുടെ പേര് ഞാൻ മറന്നു. ആ ആളും കൂടി ഇല്ല. അവർ എടുക്കാൻ ഡ്രസ്സ് എടുക്കാൻ മെറ്റീരിയൽ അല്ല ഇങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ പോയിരിക്കട്ടോ.
അപ്പോൾ ഇതിലുള്ള ഓരോ മോഡലുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ എല്ലാതും ഡിസ്പ്ലേയിലുണ്ട്. പക്ഷേ എൻ്റെ സൈസിനുള്ളത് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഓൺലൈൻ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ താഴെ കൊടുക്കണം. ഇതുപോലെ മുന്നേ നമ്മൾ ഒരുപാട് പേര് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടം, സത്യം പറയുള്ളൂ, എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് എൻ്റെ ചുരിദാർ എനിക്ക് മനസ്സിനാണെങ്കിൽ പോലെ ഒരു ബ്ലൗസോ ചുരിദാറൊക്കെ അടിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അതൊക്കെ ഭയങ്കര ഒരു നിരാശ കേട്ടോ. എല്ലാം ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇടാൻ പറ്റില്ല. എന്നാലും ഓക്കെ ആണെങ്കിൽ പോലും ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നവും കാരണം അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പിന്നെ എനിക്കിപ്പോൾ കൂടുതൽ ഇഷ്ടം സത്യം പറഞ്ഞാൽ ഇവിടുത്തെ റെഡിമെയ്ഡ് എടുക്കാനായിട്ട്. അപ്പോൾ ആദ്യമൊക്കെ വരുമ്പോൾ റെഡിമെയ്ഡ് ഞാൻ നോക്കുന്നില്ല കേട്ടോ. കുഞ്ഞിനും മാത്രമായിരുന്നു ഇവിടുന്ന് ഞാൻ ചുരിദാർ എടുത്തിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ ഫെസ്റ്റാണ് മക്കളെ. അവരെല്ലാം സൈസിൽ ഞാൻ അവരന്നും ഒരുപാട് സൈസ് ഇറക്കിയാലും അത്രയ്ക്ക് ഇറക്കിയിരുന്നില്ല. ഇപ്പോൾ ഞാൻ പോകുമ്പോൾ തടിയുള്ളവർക്കും ജീവിക്കേണ്ട, തടിയുള്ളവർക്കും വേണ്ട ഇപ്പോൾ അവരിഷ്ടം പോലെ പണ്ടും ഇറക്കിയായിരുന്നു. എന്നാലും ഞാൻ നോക്കാഞ്ഞിട്ടായിരിക്കണം. അപ്പോൾ ഇപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ ആദ്യം പോണ സെക്ഷൻ ഇതാണ് കേട്ടോ. കോട്ടൻ്റെ മെറ്റീരിയലുള്ള ചുരിദാറുകളുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആ പലാസ പാൻറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര എനിക്ക് ടൈറ്റുള്ള പാൻറ്റിനേക്കാൾ ഒന്നുകൂടി കൂടുതൽ പക്ഷേ ലൂസായിട്ടുള്ള പാൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് യാത്രയ്ക്ക് എപ്പോഴും സുഖം കേട്ടോ. ഈ ഒരു ഇതിൻ്റെ തുണികളാണ് ഞാനിപ്പോൾ എത്ര നാളുകൊണ്ട് ഇടുന്നത് വെച്ചിട്ട് കൊടുക്കാനോട് കൊണ്ടാക്കാൻ പോകുമ്പോൾ കിട്ടുന്നത് സെയിം ഇതിൻ്റെ ഒരു 2-3 മെറ്റീരിയൽ ചുരിദാറുകളുണ്ട് കേട്ടോ. ഇതാണ് സ്ഥിരം ഞാൻ യൂസ് ചെയ്യുന്നത്. ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് നമുക്ക് യൂസ് ചെയ്യാനും നമുക്ക് പുറത്തേക്ക് ഇട്ടുപോയി നാശമായി കഴിഞ്ഞാൽ വീട്ടിലിടാൻ പറ്റിയ മെറ്റീരിയലാണ്. ചിലത് നമുക്ക് പുറത്തേക്ക് ഇട്ടുപോയി നാശം കഴിഞ്ഞാൽ വീട്ടിലിടാൻ പറ്റില്ല. അത് എത്ര 5,000-6,000 രൂപയുടെ ചുരിദാർ നമുക്ക് വീട്ടിലിട്ട് നിൽക്കാനോ ഒന്നിനും പറ്റില്ല. പക്ഷേ ഈ ഒരു ചുരിദാറുള്ള ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. നമ്മൾ കുറേ പ്രാവശ്യം പുറത്തേക്കൊക്കെ ഇട്ട് നടന്ന് പിന്നെ അതൊക്കെ കേടായി തുടങ്ങുമ്പോൾ നമുക്ക് വീട്ടിലിടാനും അടിപൊളിയാണ് കേട്ടോ ഈ ചുരിദാറൊക്കെ. അങ്ങനെയാണ് ചുരിദാറൊക്കെ എടുത്ത് വന്നതിൻ്റെ ശേഷം പിറ്റേ ദിവസം രാവിലെ തിരുവടിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ എണീച്ച് നമ്മൾ അതിൻ്റെ വസ്ത്രം മാറലാണ് കേട്ടോ. അതിൻ്റെ കുളിക്കലും വസ്ത്രം മാറലാണ് ഇന്ന്. അതായത് മാലയിടാന്ന് പറയും. പലയിടത്തും പല തരത്തിലാണ് പറയട്ടെ, നമുക്ക് കറക്റ്റ് അറിയില്ല. വസ്ത്രം മാറാന്നാണ് നമ്മുടെ ഇവിടെയൊക്കെ പറയും, മാലയിടാന്നും പറയും. അങ്ങനെ രാവിലെ എണീച്ചു ഞാൻ അടിച്ചു കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ കുളിക്കാനുള്ള ചൂടുവെള്ളം കാര്യങ്ങളും വെക്കാം കേട്ടോ. അപ്പം എല്ലാം നമുക്ക് കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ വീഡിയോ എടുക്കലും ഒക്കെ എൻ്റെ മാത്രം ഡ്യൂട്ടിയാണ്. അപ്പോൾ നമുക്ക് ഒരു മലയ്ക്ക് പോണ വീട്ടിലെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് അനുഭവിച്ചവർക്ക് മാത്രമല്ല, നമുക്ക് പണി തീർന്നൊരു സമയം ഉണ്ടാവില്ല. എപ്പോഴും 24 hours ജോലിയാണെന്ന് വെച്ചാൽ സത്യം ജോലിയാണ്. അങ്ങനെ ഞാൻ തുടയ്ക്കാൻ വേണ്ടി പോകാട്ടെ. അപ്പോൾ പുറത്ത് നമ്മൾ അടിച്ചതിന് ശേഷം അടച്ചിടാട്ടെ. എന്താ വെച്ചാൽ ഉള്ളോളൂ റൂമിലിടണം. നമ്മൾ അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ ആരും രണ്ട് ഉള്ളിൽ കയറി അറിയില്ല, നേരം വെളുത്ത് വരുന്നില്ലേ ഉള്ളൂ. അങ്ങനെ നമ്മളിത് വേഗം ഇപ്പോൾ 2-3 നേരമാണ് ഇവിടെ വീട് അടിച്ചിടണം. ഞാൻ പ്രത്യേകിച്ച് വീട്ടിൽ അഴുക്കോ പൊടി കാരണം ഒരു ഒറ്റ തുടണ്ടല്ലേ സ്പീഡാണ്. പെട്ടെന്ന് സ്പീഡാണ്. എന്താ വെച്ചാൽ നമുക്ക് ആലോചിച്ചും നോക്കി നിൽക്കാനുള്ള ടൈമില്ല. നേരെ ഇങ്ങനെ വെളുത്ത് ഏൽപ്പിക്കുക. നമ്മുടെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ ഉന്നോട് ചെറിയിട്ടാണ് കഴിക്കാൻ അവരെന്നെ വിളിച്ച് ഏൽപ്പിക്കുക, കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ചേട്ടാ ബാക്കിയാണേട്ടാ പറയാ കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ നേരത്തെ അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടോ നല്ല പണി. കുറച്ച് ശീലക്കേട് തുടങ്ങിക്കണം, എന്താന്ന് അറിയില്ല. കുറച്ച് ദിവസമായിട്ട് കുളിക്കുമ്പോഴേക്കാണ് ശീലക്കേട്. അങ്ങനെ എപ്പോഴില്ല ചില വാശി ഭയങ്കര വാശി കൂടുതലാട്ടോ. എന്താണെന്ന് അറിയില്ല. വല്ല ബുദ്ധിമുട്ടൊന്നുമല്ല, കുട്ടിക്കുറുമ്പാന്നെനിക്ക് തോന്നുന്നത്. മുത്തശ്ശിരന്തി. അങ്ങനെ നമ്മൾ സാമിപ്പാട്ടും കാരണം വെക്കാനായിട്ടാ. അപ്പോൾ TV വെച്ചിട്ട് അവിടെ നോക്കി നിൽക്കാനുള്ള ടൈമില്ല. ആ സമയം പോയില്ല വെച്ച് എന്താ വെച്ചാൽ ഈ പണ്ടത്തെ TV ഒക്കെ വെച്ചാവും. ഇത് കുറേ നേരം അല്ലേ ഓണായി വരാൻ ഇല്ലേ? സ്മാർട്ടല്ലേ? സ്മാർട്ട് അത്ര സ്മാർട്ട് ആകുമ്പോൾ ആൾ കുറേ നേരം അത്ര നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അതാണ് ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മുടെ തുടക്കലൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത് നമ്മൾ മിറ്റടിക്കാൻ ഇറങ്ങാം കേട്ടോ. എന്താ വെച്ചാൽ നേരെ ഒന്ന് പിളർന്നതിന് ശേഷം മിറ്റടിക്കാൻ ഇറങ്ങുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ വല്ല ജന്തുക്കളെ എന്തെങ്കിലും നമ്മൾ ഈ കാറിൻ്റെ എവിടെയെങ്കിലും ഇരുന്ന് നമുക്ക് പെട്ടെന്ന് അറിയില്ല. അപ്പോൾ നമ്മളൊന്ന് നേരെ വിളത്തേണ്ട ശേഷമാണ് മിറ്റത്തേക്ക് ഇറങ്ങണം കേട്ടോ. സ്വാമിമാർ കുളിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ മിറ്റടി കാര്യങ്ങളൊക്കെ കഴിയും കേട്ടോ. പ്രത്യേകിച്ച് ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ അടിച്ചോണ്ട് നോക്കി വല്ല പൊടിയുണ്ട് നോക്കി ഒന്നുമില്ല, നിൽക്കല്ലേ. അപ്പോൾ ഈ സ്വാമിപ്പാട്ടൊക്കെ വെച്ച് ഞങ്ങളെ കുളി കഴിഞ്ഞു കേട്ടോ. സ്വാമിമാർ കുളി കഴിഞ്ഞ് വന്നിട്ട് വിളക്ക് വയ്ക്കുന്നുണ്ട് കേട്ടോ. സ്വാമിമാർ മാലയിടാൻ പോകണമല്ലോ കേട്ടോ. അപ്പം അതിനായിട്ട് വിളക്ക് വയ്ക്കുന്നുണ്ട്. കുളക്കിൻ്റെ കുളിക്കിരി കുളി കഴിഞ്ഞിട്ട് അപ്പം ഇന്നത്തേക്കാളും നേരത്തേക്കാളും രണ്ടാളും എണ്ണം തലം അടിച്ചിട്ട് ഇരിക്കുന്നത്. രണ്ടാളും ശീലക്കേടായിട്ടാണ് ഇരിക്കുന്നത്. എന്നാലും ഇതേ സ്വാമിപ്പാട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് മാറിയിട്ട് വേണം ഇവർക്ക് എന്തെങ്കിലും വെക്കുന്നതാണ്ട. ഇവിടെ കുണുക്കുമ്പോൾ മരുന്ന് വരയ്ക്കുന്ന നെബുലേഷൻ ചേട്ടാ അവിടെ ഇരുന്നിട്ട് എന്താ വെച്ചാൽ ഈ രാവിലത്തെ കുളികാനെ നമ്മൾ ഒരു മിനിറ്റാണ് തെറ്റി കഴിഞ്ഞാൽ വീണ്ടും ഡോക്ടറെ കാണിച്ചൊക്കെ വെറുതെ മാറും. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ലൈഫിൽ
ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്റെ മനസ്സിൽ ഏറ്റവും നല്ല ദിവസം എൻ്റെ ലൈഫിൽ. പലർക്കും പല ഇതാണ്, പക്ഷെ എനിക്ക് എൻ്റെ തന്നെയാണ് ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണത് കേട്ടോ. അതായത് എനിക്ക് ജൂലൈ 28-ാം തീയതിയാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. അതിന് ശേഷം നവംബർ 15-ാം തീയതിയാണ് എനിക്ക് അച്ഛൻ്റെ സ്ഥാനമാണ് കേട്ടോ. എനിക്ക് ഫസ്റ്റ് എൻ്റെ ഭർത്താവിലേക്ക് അച്ഛൻ്റെ സ്ഥാനം, അച്ഛൻ്റെ ഒരു കെയറിങ്ങും അച്ഛൻ്റെ ഒരു സ്നേഹമാണ് ഈ നിമിഷം. അച്ഛൻ്റെ എന്തെയുള്ള അച്ഛൻ പോയതിന് ശേഷം എന്നെ അത്രയും സ്നേഹിച്ചത് ആരുമില്ല. അച്ഛനെ എനിക്ക് ഏറ്റവും ഇഷ്ടം. അച്ഛനും എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഏറ്റവും ഇഷ്ടമല്ല, അച്ഛന് 4 മക്കളാണ്. അപ്പോൾ ഏറ്റവും ഇഷ്ടമായിരുന്നു. പക്ഷേ ഏറ്റവും അച്ഛനെ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എൻ്റെ അച്ഛനെയായിരുന്നു. പിന്നെ സ്നേഹിച്ചിരുന്നത് അനുവേട്ടനെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അമ്മ ചോദിക്കുക, അമ്മേനെ സ്നേഹിച്ചിട്ടുണ്ടില്ലല്ലോ. പക്ഷെ 4 മക്കളായിരുന്നു. 2 മക്കൾക്ക് അച്ഛനും 2 മക്കൾക്ക് അമ്മയായിരുന്നു ഇമ്പോർട്ടൻ്റ് ലൈഫ്. അങ്ങനെ ആയിരുന്നു. അമ്മയ്ക്ക് 2 മക്കളോടായിരുന്നു കൂടുതൽ ഇഷ്ടം, അച്ഛനും 2 മക്കളോടായിരുന്നു കൂടുതൽ ഇഷ്ടം. അപ്പോൾ കൂടുതൽ അങ്ങനെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് നമ്മുടെ അമ്മമാർ നമ്മളോട് ചെയ്തതിൻ്റെ ഇതൊക്കെ തോന്നുന്നത്. എന്താ വെച്ചാൽ അച്ഛൻ മരിച്ചിട്ട് അമ്മ ഉണ്ടായിരുന്നു. അമ്മ വേറൊരു ലൈഫിലേക്ക് പോയില്ല. 39 വയസ്സിലാണ് അമ്മയ്ക്ക് അച്ഛൻ നഷ്ടപ്പെട്ടു. എന്നിട്ടും ആ ഒരു ലൈഫിൽ അമ്മ മക്കൾക്ക് വേണ്ടി ജീവിച്ചു വേറൊരു ലൈഫിലേക്ക്. ഇന്നിപ്പോൾ നമുക്ക് ഒരുപാട് കാണുമ്പോൾ നമ്മുടെ അമ്മ നമുക്ക് വേണ്ടി നമ്മുടെ ലൈഫ് 39 വയസ്സിൽ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ അത് 60 വയസ്സായിട്ടും ആൾക്കാർ കല്യാണം കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നോക്കുമ്പോൾ അമ്മോട് ഭയങ്കര ബഹുമാനം ഇഷ്ടം കൂടി. അമ്മോട് പോയി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമൊക്കെ ഒരു പക്ഷെ അമ്മോടായിരിക്കും. അമ്മയുടെ ലൈഫ് മക്കൾക്ക് വേണ്ടി കളഞ്ഞൊരു ഒരുപാട് വർഷം. അപ്പോൾ അതേപോലെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ഈ വാച്ച് ഞങ്ങള് ഞങ്ങൾക്കൊരു ചേച്ചി ഗിഫ്റ്റ് ചെയ്താണ്. ഈ വാച്ച് ഞങ്ങളുടെ ലൈഫിൽ അനുവായിട്ട് എനിക്ക് എങ്ങനെയാണ് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു വാച്ച്. അത് അത്രയും ഞാനല്ല എൻ്റെ മനസ്സോട് ചേർത്ത് വെച്ചിട്ടാണ്. ഓരോ നിമിഷം ഞങ്ങളങ്ങനെ എപ്പോഴും ഇതിടില്ല. അത്രയും നമ്മൾ ഒരുപാട് നല്ല സ്ഥലത്തേക്ക് പോകുമ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് നല്ലൊരു കല്യാണം കാര്യങ്ങൾ പോകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യുന്ന ഒരു വാച്ചാട്ടോ. ഇന്നത് യൂസ് ചെയ്യും. ഇന്നാണ് ഞങ്ങൾക്ക് ഈ ഒരു വാച്ച് കിട്ടിയിട്ട് 1 വർഷമായി നിൽക്കില്ലേ. അതേപോലത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഞങ്ങളുടെ ഹൃദയത്തോട് തീർച്ചയായും. അപ്പം ഇനി ഞങ്ങൾ മാല ഇടാൻ പോട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം അല്ലേ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഡ്രസ്സ് മാറി. അനുവേട്ടനോട് ഒന്ന് അതായത് വെഡിങ് ആനിവേഴ്സറി അന്ന് അനുവേട്ടൻ സിന്ദൂരിട്ടാണ്. അത് നാട്ടിലുള്ളപ്പോഴൊക്കെ അത് അനുവേട്ടൻ തന്നെയാണ് ചെയ്തു തരാറ് കേട്ടോ. നമുക്ക് എന്തുകൊണ്ടുള്ളത് അതൊക്കെ ഒരു ആഗ്രഹം തന്നെയാണ് ഒരു ഭാര്യ എന്നുള്ളത്. എനിക്ക് അങ്ങനത്തെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഒരു സ്ത്രീ എന്ന് പറയുമായിരിക്കും. അന്നേരം എൻ്റെ ചെറിയ ആഗ്രഹങ്ങളാണ് അതൊക്കെ അല്ലേ. എനിക്കും ഇഷ്ടമുള്ള കാര്യങ്ങള് അത് നമ്മള് ഉണ്ണീനെ എത്രത്തോളം സ്നേഹിക്കുക അത്ര ഇഷ്ടമാണ്. അതാണ് അതിൻ്റെ കാര്യം. സിന്ദൂരം എന്നല്ല എല്ലാ കാര്യത്തിലും. അപ്പോൾ ഏത് സിന്ദൂരം ഇട്ട് വരുമ്പോൾ മനസ്സ് നിറയെ സന്തോഷം പ്രാർത്ഥനയും മാത്രം. ഇതുപോലെ ഒരുപാട് വർഷം എൻ്റെ അതിനായിട്ട് എനിക്ക് സിന്ദൂരം ഇട്ട് തരാൻ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചുണ്ടാവും. 7 വർഷം 73 വർഷം കൂടി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിമോഹമായിരിക്കും. പക്ഷേ കുന്നോളം ആഗ്രഹിച്ചാലല്ലേ കുന്നിക്കുരോളം ദൈവം തരുള്ളൂ. അപ്പോൾ അതേ ആഗ്രഹിച്ചു. ഞങ്ങൾ നേരെ നമ്മൾ അമ്പലത്തിലേക്ക് വന്നോട്ടെ. അപ്പോൾ നമ്മുടെ അടുത്തുള്ള മുരുകൻ്റെ അമ്പലത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു അമ്പലം അല്ല കേട്ടോ. നമ്മൾ 2 പ്രാവശ്യം പോകണം. പക്ഷെ ഇപ്പം അമ്പലം ഒന്നുകൂടി പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അല്ലേ. അപ്പോൾ നല്ലൊരു അമ്പലം, നല്ലൊരു ആ സ്ഥലത്ത് ആ പ്രകൃതിയുടെ ആ പഴയ ഭംഗി അമ്പലത്തിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറേ അമ്പലങ്ങൾ പുതുക്കി അമ്പലങ്ങൾ പണിതാലും ആ പഴയ അമ്പലമുള്ള ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, അതൊരു പ്രത്യേക സൗന്ദര്യം അല്ലേ. നമ്മൾ തെച്ചുകോട്ട അമ്പലത്തിൽ നമ്മുടെ കല്യാണം കഴിയുമ്പോൾ ആ ഒരു ഭംഗിയല്ല ഇപ്പോൾ അല്ലല്ലോ. പുതുക്കി പണിയുമ്പോൾ ശരിക്കും അത് തന്നെ ഒന്ന് പുതുക്കി സെറ്റ് ചെയ്തെടുത്താൽ മതി. ലുക്ക് മാറ്റരുത്. എന്താ വെച്ചാൽ നമ്മളെ ആ മനസ്സിൽ നമ്മൾ കുട്ടിക്കാലം തൊട്ട് നമ്മൾ കണ്ടു തുടങ്ങിയ ആ ഒരു അമ്പലത്തിൽ പുതുക്കി പണിയിച്ചാൽ അത് അതേ ഭംഗി പോലെ തന്നെ അതുപോലെ തന്നെ നിർത്തി ഭംഗി പോലെ അതേ രൂപത്തിൽ തന്നെ പണിതെടുക്കുകയെന്ന് എനിക്ക് പേഴ്സണലി നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ നിങ്ങൾക്ക് ആ ഒരു സമയം ഭയങ്കര ഒരു നല്ലൊരു തണുത്ത കാറ്റും ഭയങ്കര മനസ്സിന് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ. അങ്ങനത്തെ ഒരു അങ്ങനെ നമ്മൾ
എനിക്ക് എന്നെ ഇവരെ കുട്ടിക്കാലം തൊട്ട് അറിയണ ഒരാളാണ് അല്ലേ സുഭാഷ്. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് 27 വർഷമായിട്ട് എനിക്ക് ആളെ നമുക്കറിയാം. എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലൊരാളെ ഒരംഗത്തെ പോലെ തന്നെ ആയിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ അച്ഛൻ്റെ കൂടെ എപ്പോഴും മരയ്ക്ക് പോയിട്ട്. അപ്പോൾ അച്ഛനാണ് സത്യം പറഞ്ഞാൽ ഇത്രയും വർഷം എല്ലാവർക്കും മാലിട്ട് കൊടുത്തതൊന്നും കിട്ടുന്നത്. പക്ഷേ എൻ്റെ അച്ഛനിപ്പോൾ വയ്യാണ്ടായി. അപ്പം പിന്നെ നമുക്ക് അച്ഛൻ്റെ കൂടെ പോയിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നമുക്ക് അടുത്തത് സുഭാഷിനോടായിട്ട് നമുക്ക് ചോദിക്കാൻ തോന്നി ഒന്ന് മാലിട്ട് തരുമെന്ന്. സുഭാഷിനോട് പറഞ്ഞാൽ പിന്നെ ഞാനും പറഞ്ഞു എനിക്ക് സുഭാഷിനോട് മാലയിടിക്കാനായിട്ട്. എന്താ വെച്ചാൽ നമ്മളെ ഒരുപാട് വർഷത്തെ പരിചയമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇവരെ കൂടെ ഒപ്പം പോകുമ്പോഴും എനിക്ക് ഇവർ സുരക്ഷിതമായിരിക്കണം. ഇതെന്താ വെച്ചാൽ ഇവർ 3-4 കൂടി പോകാന്നുള്ള പ്ലാനിങ് ആണ് കേട്ടോ. അന്വേഷണം കുണക്കിന് കുണിക്ക് സുഭാഷും കൂടിയിട്ട് പോകാന്നുള്ള മനസാ വാചാ കർമ്മേണ അറിഞ്ഞോ അറിയാതെയോ വന്നിട്ടുള്ള എല്ലാ തെറ്റുകളും പുറത്ത് കനിഞ്ഞു കടാക്ഷിക്കണമേ ശബരിഗിരീശ്വരാ ശരണം സ്വാമിയേ ശരണമയ്യപ്പ. മനസാ വാചാ കർമ്മേണ അറിഞ്ഞോ അറിയാതെയോ വന്നിട്ടുള്ള എല്ലാ തെറ്റുകളും പുറത്ത് കനിഞ്ഞു കടാക്ഷിക്കണമേ ശബരിഗിരീശ്വരാ ശരണം സ്വാമിയേ ശരണമയ്യപ്പ. മനസാ വാചാ കർമ്മേണ അറിഞ്ഞോ അറിയാതെയോ വന്നിട്ടുള്ള എല്ലാ തെറ്റുകളും പുറത്ത് കനിഞ്ഞു കടാക്ഷിക്കണമേ ശബരിഗിരീശ്വരാ ശരണം സ്വാമിയേ ശരണമയ്യപ്പ. ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. മനസാ വാചാ കർമ്മേണ അറിഞ്ഞോ അറിയാതെയോ വന്നിട്ടുള്ള എല്ലാ തെറ്റുകളും പുറത്ത് കനിഞ്ഞു കടാക്ഷിക്കണമേ ശബരിഗിരീശ്വരാ ശരണം സ്വാമിയേ ശരണമയ്യപ്പ. മനസാ വാചാ കർമ്മേണ അറിഞ്ഞോ അറിയാതെയോ വന്നിട്ടുള്ള എല്ലാ തെറ്റുകളും പുറത്ത് കനിഞ്ഞു കടാക്ഷിക്കണമേ ശബരിഗിരീശ്വരാ ശരണം സ്വാമിയേ ശരണമയ്യപ്പ. മനസാ വാചാ കർമ്മേണ അറിഞ്ഞോ അറിയാതെയോ വന്നിട്ടുള്ള എല്ലാ തെറ്റുകളും പുറത്ത് കനിഞ്ഞു കടാക്ഷിക്കണമേ ശബരിഗിരീശ്വരാ ശരണം സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. മനസാ വാചാ കർമ്മേണ അറിഞ്ഞോ അറിയാതെയോ വന്നിട്ടുള്ള എല്ലാ തെറ്റുകളും പുറത്ത് കനിഞ്ഞു കടാക്ഷിക്കണമേ ശബരിഗിരീശ്വരാ ശരണം സ്വാമിയേ ശരണമയ്യപ്പ. മനസാ വാചാ കർമ്മേണ അറിഞ്ഞോ അറിയാതെയോ വന്നിട്ടുള്ള എല്ലാ തെറ്റുകളും പുറത്ത് കനിഞ്ഞു കടാക്ഷിക്കണമേ ശബരിഗിരീശ്വരാ ശരണം സ്വാമിയേ ശരണമയ്യപ്പ. മനസാ വാചാ കർമ്മേണ അറിഞ്ഞോ അറിയാതെയോ വന്നിട്ടുള്ള
എല്ലാ തെറ്റുകളും പുറത്ത് കനിഞ്ഞു കടാക്ഷിക്കണമേ. ശബരിഗിരീശ്വര ശരണം. സ്വാമി ശരണമയ്യപ്പ. നമുക്ക് ഇവിടെ 3 ശരണം വിളിച്ചിട്ട് 4 അപ്പോൾ എനിക്കൊരു മനസ്സിനൊരു സമാധാനം എന്താ വെച്ചാൽ ഇവർ പോകുമ്പോൾ ഇവർ സേഫായിരിക്കും, ഇവരെ നോക്കുക. അപ്പം നമ്മൾ അറിയണ ഒരാളുടെ കൂടെ ആകുമ്പോൾ നമ്മൾ ഉണ്ണിയോട് കൂടെയുള്ളതിന് അന്യൻ്റെ കൂടെയുള്ളതിനും അന്യൻ്റെ ഒപ്പത്തിന് മക്കളിൽ സുരക്ഷിതമായിട്ട് കൊടുക്കുന്ന കൈകളായിരിക്കണം. അപ്പോൾ അത് നമുക്കൊരു സമാധാനം. അപ്പോൾ നമുക്ക് നോക്കിയാൽ നമുക്ക് സുഭാഷനാണ് കേട്ടോ മനസ്സിൽ ഓടി വന്നത്. അങ്ങനത്തെ ഇവർ മാലയിട്ടു സ്വാമിമാരായി. അതുപോലെ മാലി വസ്ത്രമൊക്കെ പൂജിച്ചിട്ട് ചിലർ വസ്ത്രം മാലിൻ്റെ ശേഷം മാല ഇടണവരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പലയിടത്തും പല രീതിയാണ്. അപ്പോൾ ഇവരുടെ വസ്ത്രമൊക്കെ പൂജിച്ച് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഇട്ട് വന്നതിന് ശേഷം വീണ്ടും ശരണം വിളിക്കും കേട്ടോ. അപ്പോൾ ഇവർ മാല ഇട്ടതിന് ശേഷമാണ് ഇവർ വസ്ത്രം വന്നിട്ടാ. അപ്പോൾ ഇത് സുഭാഷിൻ്റെ ഭാര്യയാണ്. ഇപ്പോൾ ഈ റോസ് ഷർട്ട് ഇട്ടത് എൻ്റെ അനിയനാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ മാല ഇണ്ണാൻ ആരോടും പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ എല്ലാവരും രാവിലത്തെ ഉറക്കം കാരണം കളയണ്ട അങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഞങ്ങൾ എത്രയേക്കാളും മുന്നേ അവിടെ എൻ്റെ അനിയനും ഭാര്യയും മോനും എത്തിയിരുന്നു. അപ്പോൾ നമുക്കതാണ് ഇപ്പോൾ ഹാപ്പി എന്താ വെച്ചാൽ നമ്മുടെ കൂടെ ഇപ്പോൾ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമാണ് അല്ലേ. അല്ല ഞാനത് മനസ്സിലിങ്ങനെ വിചാരിച്ച് വിളിക്കണം, പിന്നെ തോന്നി അവർക്ക് ഈ രാത്രിയൊക്കെ അച്ഛനും അമ്മയുള്ള കാരണം അവർക്ക് ഉറങ്ങാനോ പിടിക്കാനോ വയ്യാത്ത ഒരു കുടുംബത്തിനെങ്കിൽ അറിയാലോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിൽ നമ്മളും കൂടി അതുകൊണ്ടാണ് നമ്മൾ വിളിക്കാഞ്ഞിട്ട്. പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ തിരിഞ്ഞിട്ട് അച്ചുട്ടനോട് പറഞ്ഞു, വേറെ ഇതിനായിട്ട് അച്ചുട്ട വലിയ മാലൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, തൊഴുതിട്ട് പോരേന്ന് പറഞ്ഞിട്ട് അനിയൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞപ്പോൾ അവനും മനസ്സിലൊരു ആഗ്രഹം തൊഴുതിട്ട് വരാമെന്ന്. അപ്പോൾ അനിയേട്ടനൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ. അനിയൻ്റെ മോനും ഷെബിയും കൂടിയിട്ട് കൂടെ ഉണ്ടെങ്കിൽ അനിയേട്ടനും ഹാപ്പി ആയി, ഒരു 3 ആളുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് 3 ആളോടും. അപ്പോൾ അച്ചൂട്ട് നോൻപ് തുടങ്ങി. ഈ അച്ചൂട്ട് എന്തായാലും ഉണ്ടാവും. തറവാട്ടിൽ നോൻപ് തുടങ്ങിയിട്ട് അനിയൻ്റെ വീട്ടിൽ നോൻപ് തുടങ്ങി. എന്താ വെച്ചാൽ അവർക്ക് തൊഴുതിട്ട് വരെ ഇവിടെ പോയിട്ട് തൊഴുതിട്ട് വരാണ്ടിട്ട് കെട്ട് നിറയ്ക്കാനുള്ള നോൻപ് നമ്മൾ ഒരുമിച്ച് എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അവിടെ പിന്നെ വയസ്സ് അച്ഛനും അമ്മയുള്ളതെല്ലാതും നോക്കാനും പറ്റൂല. അങ്ങനെ ഇതേ അവർ വസ്ത്രമൊക്കെ മാറി ഇതേ ഈ ഒരു വസ്ത്രത്തിൽ 3 ആളെയും കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അതിനായിട്ട് ആ ഒഴിഞ്ഞ് ശരണം വിളിച്ച് ആ നാളികേരം ഉടയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിലാവും എന്തൊരു കണ്ണൊക്കെ നമ്മൾ അറിയാണ്ട് നിറഞ്ഞു പോട്ടാ. അപ്പോൾ ആ നാളികേരം എടുത്തുകൊണ്ട് അത് നമ്മുടെ കുട്ടിക്കാലത്തോട്ട് നമ്മൾ ചെയ്യില്ല, അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെയായിരുന്നല്ലോ പണ്ട്. അപ്പോൾ ഈ പൊന്നുവിൻ്റെ അങ്ങനെ ലൈഫിൽ ഇന്നത്തെ ദിവസം നവംബർ 15-ാം തീയതി ആ ആലിജോട്ടിൽ നിന്നിട്ടാണ് ഞാനും എൻ്റെ തമ്മിൽ ആദ്യം ആലിജോടല്ല അതെന്താണ് അറിയില്ല. അവിടെ തന്നെയാണ് ഞങ്ങൾ രണ്ടാളും ആദ്യമായിട്ട് കണ്ടത് ലൈഫിൽ. ഏട്ടാ ആ സ്ഥലം ഓർമ്മയുണ്ടോ? ഇവിടെ 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 നീ ഓർക്കണ്ടടാ എൻ്റെ ഭർത്താവ് അതിടാ മുണ്ട് കൊടുത്തോടത്ത അവൻ്റെ ശരി കൊടുത്തില്ല ഇവൾക്ക് കുളിക്ക്. അപ്പോൾ ആ കൈമ കിടക്കുന്ന വാച്ച് എൻ്റെ തന്നെയാണ് പൊന്നു വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് തന്നിട്ട്. അപ്പം ഞാൻ ഇതിൽ പറയുന്നുണ്ട് എൻ്റെ കുട്ടിക്കാലം അറിയണ ചേച്ചിനാണ്ടുന്നത്. ആ ചേച്ചിയായിട്ട് അവിടുന്ന് ആ സൈഡിൽ കൂടെ പോയിട്ട് നമ്മുടെ കുട്ടിക്കാലം തൊട്ട് നമ്മളെ അറിയണ ആൾക്കാർ നമ്മളെ കണ്ട് ഭർത്താവ് കുറേ നേരം ഭർത്താവ് പറ്റുന്നത്. അവസാനം ഭർത്താവ് പാവുണ്ട് അവിടെ നിൽക്കുക അങ്ങനെയായിട്ട് ആൾ പോയത്. പക്ഷെ ഞങ്ങൾക്ക് ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഇത്രയും വർഷമൊക്കെ വെഡിങ് ആനിവേഴ്സറി ബന്ധപ്പെട്ടു. കല്യാണം അവിടെ ഉണ്ടാവാറില്ല. പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ കല്യാണം ഉണ്ട്. പക്ഷെ ഞങ്ങൾ കെട്ടുന്ന സമയത്ത് ഇവിടെയാണ് കേട്ടോ, നടയുടെ മുന്നിലാണ് ഇന്ന് കല്യാണം ഉണ്ട്. പക്ഷെ നമ്മൾ അപ്പുറത്തെ സൈഡിലായിരുന്നു, അന്ന് അവിടെ ആയിരുന്നു നമ്മൾ താലി കെട്ടിയിട്ട്. അങ്ങനെ ഈ ഒരു മാവിൻ ചോട്ടിൽ വെച്ചിട്ടാണ് മരത്തിൻ്റെ ചുവടെ വെച്ചിട്ടാണ് ഞാൻ എന്നെയാണ് തമ്മിൽ കണ്ടത്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു 11 നമ്മുടെ ചൂണ്ടലുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ശരവണയാണ് എൻ്റെ പേര്, ശരവണയിൽ അടിപൊളി ഇഡ്ഡലി, കുഞ്ഞ് ഇഡ്ഡലി ഉണ്ട് കേട്ടോ അവിടെ. ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റ്. ആ കുഞ്ഞ് ഇഡ്ഡലി ഭയങ്കര ടേസ്റ്റ്. പ്രാവശ്യം രാത്രി പോയിട്ട് ഞങ്ങൾ കഴിച്ചു. ഈ നേരമാകുമ്പോഴേക്കും കഴിഞ്ഞിട്ട് രാത്രികളിൽ കിട്ടി. രാവിലെ നേരത്തെ ആകുമ്പോൾ കിട്ടും. ഞങ്ങൾ പോകുമ്പോൾ 11 കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വന്ന് ഉച്ചയ്ക്കല്ല കഴിച്ചു. പിന്നെ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കിടന്നൊന്നും ഉറങ്ങിയിട്ട് നമുക്ക് എല്ലാവർക്കും ക്ഷീണമെന്ന് രാവിലെ എണീച്ചിട്ടുള്ള യാത്രയും കാര്യങ്ങളും. അങ്ങനെ വന്നൊരു 4 മണിയാകുമ്പോൾ അച്ഛനും മക്കളും കുളത്തിലേക്ക് അല്ലാണ്ട് ഒറ്റയ്ക്ക് കുളിക്കിനെ കൊണ്ട് കുളിക്കാൻ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, വീണ്ടും ബാക്ക് വശത്ത് കുളിക്കാൻ ഒരു പാത്രങ്ങളൊക്കെ കൊണ്ട് വെച്ച് അവിടെ കുളിച്ച് പുറത്തുനിന്ന് വീണ്ടും സ്റ്റെപ്പിൻ്റെ അവിടെ ബക്കറ്റ് വെള്ളം കൊണ്ട് വെച്ച് കാല് കഴുകിയിട്ട് ശരണം വിളിച്ച് കയറി കിട്ടാം. എന്താ വെച്ചാൽ ഉണ്ണാലും കൊണ്ട് തന്നെയാണ് ഒറ്റയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ
നമുക്ക് ആലോചിച്ചാൽ അറിയാലോ, രണ്ടാളും ചെറിയ പിള്ളേരാണ്. രണ്ടാളും അത്യാവശ്യം കുരുത്തക്കണ. ഞങ്ങൾ ഇന്നാൾ ഇതുവരെ ഒരു ഫോട്ടോഷൂട്ടിന് തന്നെ കുണുക്ക കുളത്തിൽ ഒരുപാട് വർഷമായിട്ട് ഉപയോഗിക്കാതെ കള അപ്പോൾ അതാണ് കാലം നിർണ്ടാട്ടാണ്. കുണുക്ക ഇട്ടല്ല ഞാൻ മൂപ്പരയിലൊരു വീഴ്ച കഴിഞ്ഞു. ഭയങ്കര ഭയങ്കര അപ്പം അങ്ങനെയുള്ള കുരുത്തക്കേട് ഞാനാണ് അനിയാണ് തീരെ ഇതില്ല. അപ്പം അനിയൻ്റെ വലിയ കുളത്തിൽ കുളിക്കാൻ പോയാലുണ്ട്. പക്ഷെ ഇന്ന് പോകാൻ പറ്റിയില്ല കേട്ടോ. ഇന്ന് ഒരു 5:30 ട്യൂഷൻ കഴിഞ്ഞ് നാളെ തൊട്ട് ഇവർ ചിലപ്പോൾ വിളിക്കാൻ പോകും. എല്ലാവരും കൂടെ ആണെങ്കിൽ അനിയന് ഭയങ്കര പേടി അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ അയ്യപ്പം കാത്തു. നിങ്ങൾ അതൊന്നും ആലോചിച്ചു ഇങ്ങനത്തൊക്കെ ഭയങ്കര ടെൻഷൻ കൂടുതലാട്ടോ. അച്ഛനുള്ള കൂടെ ഉള്ളപ്പോൾ ധൈര്യം. അതെല്ലാ മക്കൾക്കും അങ്ങനെയാണ്. അച്ഛനും അമ്മേനെയാണ് ധൈര്യം. ഉള്ളപ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ വില അറിയില്ല. ഇപ്പം അവർ കിടക്കാൻ തുടങ്ങി അവർ ഒന്നിനും പറ്റാണ്ടാകുമ്പോഴാണ് നമുക്ക് അവരുടെ അതങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞേക്ക് എനിക്ക് ഇപ്പോൾ പലരും നെഗറ്റീവായിട്ട് എനിക്ക് എൻ്റെ അമ്മേനെ ഇഷ്ടമല്ല എന്നല്ലാട്ട് ഞാൻ ഉദ്ദേശിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം അച്ഛനോടായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛൻ കുട്ടിയായിരുന്നു. അമ്മയ്ക്ക് അമ്മയുടെ ഷേപ്പിലുണ്ടോ അച്ഛൻ്റെ ഷേപ്പിലുണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുട്ടിക്കാലത്ത് അച്ഛൻ വീട്ടുകാരോട് അച്ഛനോടായിരുന്നു എനിക്ക് കൂടുതലൊരു ചായ അങ്ങോട്ടായിരുന്നു. അപ്പോൾ കുറച്ചാൾക്കൊക്കെ അമ്മ വീട്ടിലേക്കാണ് ചേരും. അപ്പോൾ പലരും പല ക്യാരക്ടറുള്ളവരാണോ. അങ്ങനെ ഞാൻ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതേ പോവുകയാണ് കേട്ടോ. ഈ ഒരു യാത്ര ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തോട്ടെ. വേറെ ഒന്നും ഉണ്ടല്ല. ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ അല്ലേ. അതെ, ഒളിപ്പിച്ചന്മാരാണെങ്കിൽ അങ്ങനെ ഞങ്ങളിത് വന്നു, മാലൊക്കെ ഇട്ട് വന്നു, ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയതിൻ്റെ ശേഷം ഒന്ന് കിടന്നുറങ്ങിയിട്ട് എന്താ വെച്ചാൽ രാവിലെ നേരത്തെ വെച്ചാൽ ഇപ്പോഴും അതെ ഭയങ്കര തലവേദന അടിക്കാൻ വെളിച്ചമൊന്നും പറ്റണില്ല. അങ്ങനെ ഒന്ന് ഉറങ്ങി എണീച്ചു. നമ്മൾ സന്ധ്യ നേരത്താണ് ശരിക്കും കുളിച്ച് വിളക്ക് വയ്ക്കേണ്ടത്. പക്ഷെ നമുക്ക് അത്ര ടൈമിന് പറ്റില്ല. 5:15 കുണക്കിന് ഡോക്ടറെ കാണിക്കാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എണീച്ച് ഞാൻ വേഗം ആകുമ്പോഴൊക്കെ അടിച്ചതിലും മിറ്റൊക്കെ അടിച്ചിട്ട് പിന്നെ അവർ ഇട്ട് വന്ന ഡ്രസ്സൊക്കെ കഴുകി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇവർ പുറത്തുനിന്ന് കുളിച്ച് കയറി ചെയ്തിട്ട് അമ്പലകുളത്തിലേക്ക് എന്നായിട്ട് ഒറ്റയ്ക്ക് ഉണ്ണാണ് കൊണ്ട് കുളിക്കാൻ പോകുമ്പോൾ അതിനോട് ചോദിക്കണം. വേറെ ആരുമില്ല കൂടെ. അപ്പോൾ എന്നോട് ഒറ്റയ്ക്ക് രണ്ടാളും കൊണ്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു തൊഴിലക്കേട്. അന്ന് പൊന്നൊക്കെ കുഞ്ഞിന് വസ്ത്രം മാറിയിരിക്കുമ്പോൾ അതിനൊക്കെ അച്ഛനും പിന്നെ ചിന്നസ്വാമി ഉണ്ടായിരുന്നു അല്ലേ, അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പനിയാണ് ഒറ്റയ്ക്ക് പോകുമ്പോൾ പനിയാണ് ഭയങ്കര ഒരു തൊഴിലക്കേട്. കുട്ടറൊക്കെ ആരിങ്ങനെ നീട്ടി പിടിച്ചിട്ട് ഇതിങ്ങനൊരു വ്യവസ്ഥയിലാണ്ടിരുന്ന് കൊണ്ട് സ്കൂട്ടി മൂന്നാളൊരു ഉറപ്പല്ലല്ല ഇരിക്കുന്നത്. ഇല്ല, ഓടിക്കാനുള്ള അത്യാവശ്യം തടിയുണ്ട്. അപ്പോൾ ഞങ്ങളത് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് കത്തിച്ച് ശരണൊക്കെ വിളിച്ച് ഞങ്ങളത് കുണക്കര ഡോക്ടറെ കാണിക്കാൻ പോയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു സമയം എന്ന് വെച്ചാൽ ഞങ്ങൾ ശരിക്കും 27 വർഷം മുന്നേ ഈ നേരത്ത് ഞങ്ങൾ ഇതുകൂടെ പോയിരുന്നു അല്ലേ കേട്ടോ. പോയിട്ടില്ല. നമ്മളെ തുടങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ നിന്ന് ഉണ്ട്. നമ്മളൊരു 5:00 ആകുമ്പോൾ എത്തിയിട്ടില്ലേ. എട്ടാളേക്കാൾ മുന്നോട്ട് എത്തിയിട്ടുണ്ട് നമ്മളിവിടെ വന്നു തന്നെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയി. അങ്ങനെ ലൈവില് നമ്മള് അന്നത്തെ ദിവസം ഒത്തിരി പുകയത്. എന്ത് പുകഞ്ഞ് ആരന് അതിൻ്റെ ഉണ്ട് പ്രായപൂർത്തി ആയിരുന്നില്ല. 28 വയസ്സുകാരൻ ഇപ്പൊ ആൾക്കാരെ പയ്യ റോസ്പേട വണ്ടിയാ അല്ല അമൽ അങ്ങനെ ഞങ്ങളുടെ കൊക്കരും കൊണ്ട് അപ്പോൾ പൊന്നു ഷെബിയും അവര് വരും കേട്ടോ. ഷെബിയുടെ അപ്പച്ചൻ മരിച്ച ഓർമ്മ ദിവസമാണ്. അപ്പോൾ അവിടേക്ക് പ്രാർത്ഥിക്കാൻ ഷെബി അങ്ങോട്ട് പോയി. പിന്നെ അനിയേട്ടൻ്റെ അനിയനും കുട്ടിയും അവരോടും വരാൻ പറഞ്ഞിട്ട് വേറെ ആരും ഇല്ല, ഞങ്ങൾ മാത്രം വന്നൊന്ന് കുറച്ചേരം ഷോപ്പയിലൊക്കെ വന്നിരുന്ന് കുണക്കന് മുണ്ടരിൽ ഉറക്കിനെ. ഇപ്പോൾ 2000 മേടിക്കണം, കറുപ്പ് 1000 കൊടുക്കാ. മലയ്ക്ക് പോകുമ്പോഴായാലും 1000 പെട്രോൾ അല്ലേ കേട്ടാ. മുണ്ടാമാനും ഉടുക്കാൻ ഭയങ്കര ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കണ്ട കേട്ടാ. കൊടുക്ക ക്ഷമ കിട്ടിയേ. പക്ഷെ ഇന്നാണ് ഒരാളിനോട് പറഞ്ഞത് നിന്റെ ചെറുപ്പക്കാരാണല്ലോ എന്ന്. നിന്റെ ഷേപ്പാണല്ലോ പേരക്കുട്ടിക്ക്. ഈ പേരക്കുട്ടിക്ക് എന്റെ ഷേപ്പാന്ന് കാരണം അതെന്റെ പേരക്കുട്ടി അല്ലാതെ എന്റെ മോനാ. ആദ്യമായിട്ടാണ് ഇങ്ങനെ അത് ആ ആള് പറയണത് സത്യം നമുക്ക് മനസ്സിലാക്കാം. എന്താ വെച്ചാൽ
എൻ്റെ കുട്ടിക്കാലം അതെന്ന് ഞാൻ തെച്ചിട്ടാകുമ്പോഴത്തേക്ക് തൊഴാൻ പോയില്ല. അപ്പം എൻ്റെ കുട്ടിക്കാലം തൊട്ട് എന്നെ അറിയണം ചേച്ചിട്ടാണ്. അപ്പം എന്നെ കള്ളകൃഷ്ണ എന്നൊക്കെ വിളിച്ചിട്ട്, വേറെ ഒന്നല്ല ശ്രീകൃഷ്ണ ജയന്തിക്ക് ചെറുക്കിയോടാണ് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞാൻ കൃഷ്ണനാവാറുണ്ട്, അവിടുത്തെ മെയിൻ കൃഷ്ണനായിട്ട് നിൽക്കാറുണ്ട് കേട്ടോ. അപ്പം അപ്പം ആ ചേച്ചി പറയാം, അപ്പം ഞങ്ങളുടെ കള്ളകൃഷ്ണനായിരുന്നു എന്നാണ് കേട്ടോ. പൊന്നിനോട് പറഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇപ്രാവശ്യം അവർക്ക് അറിയണ ഏതൊരു കുട്ടിയെ നന്നാലും നിൻ്റെ അത്രയ്ക്കങ്ങടെ ഒത്തില്ല കേട്ടാ, നിൻ്റെ ഭംഗിയൊന്നും ഉണ്ടായില്ല കേട്ടോ എന്നത് കൃഷ്ണന് കേട്ടാ. അന്ന് കുട്ടികൾക്ക് കൃഷ്ണനായി കഴിഞ്ഞാൽ എന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അവന് നിന്റെ പണ്ടത്തെ ഭംഗിയൊക്കെ പോയില്ലോ, എന്തെങ്ങനെയായി? ആ പണ്ടത്തെ ആ ഒരു ഭംഗിയൊക്കെ പോയി, എന്താ തടി വെച്ചിട്ടാണോ? അപ്പം അത് കുറേ വർഷത്തിന് ശേഷം ഉണ്ടാണ്. അപ്പം ഞാൻ തടി ഇപ്പോൾ കുറഞ്ഞിരിക്കുക, ആ തടിയിൽ എന്നെ കണ്ടിരുന്നെങ്കില. അങ്ങനെ കുറേ നേരം വർത്തമാനം പറഞ്ഞു. അപ്പോൾ ആ ചേച്ചിയാണ് പറഞ്ഞത് പേരക്കുട്ടിക്ക് എൻ്റെ ഷേപ്പാണല്ലോ എന്ന്. അപ്പോൾ അത് തെറ്റില്ല. എന്താ വെച്ചാൽ എൻ്റെ ആ ഒരു കുട്ടിക്കാലം എൻ്റെ ഫേസ് കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഇവനെ കാണുമ്പോൾ തോന്നാറുണ്ട് കേട്ടോ, ഇവൻ്റെ ചുരുളമുടിയും കാലം കാണുമ്പോൾ എൻ്റെ ഒരു കുട്ടിക്കാലം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഹലോ ശ്യാമിൻ്റെ മോനെ. പക്ഷേ ശരീരപ്രകൃതമൊക്കെ അച്ഛൻ്റെ വീട്ടിലത്തെ ശരീരപ്രകൃതം തന്നെ. പക്ഷേ ഇപ്പം അച്ചൂട്ടിൻ്റെ ഷേപ്പാണ് അല്ലേ? ശരിക്കും അച്ചൂട്ടിൻ്റെ ആ ചെവിന് കണ്ട ചേട്ടനെ തന്നെയാണ് നിൽക്കുള്ളൂ, രണ്ടൊരു പോലെയാണ്. ഹലോ അനിയൻ്റെ മോൻ്റെ അതേ ഷേപ്പാട്ടേക്ക് രണ്ടാണ് നടക്കുമ്പോൾ ശരിക്കും ചേട്ടൻ അനിയനാണ് കേട്ടോ, അല്ലാന്നല്ല. പക്ഷെ ഒരു അച്ഛനമ്മയുടെ മക്കളാണെന്നിരിക്കും അല്ലേ? അവരുണ്ടായുള്ള ശരീരപ്രകൃതവും മുടിയും മുഖവും ഒക്കെ ഒരേപോലെ, നടത്തും ഒരേപോലെ തന്നെയാണ് രണ്ടിൻ്റെയും ഒരേപോലെ. അപ്പം ഞാൻ ഇങ്ങനെ സംസാരിച്ച് നമ്മൾ എവിടുന്ന് സംസാരിക്കാൻ തുടങ്ങി? നടന്നു തുടങ്ങി ഇപ്പം ചൂണ്ടല് വരെ എത്തിയിട്ടാ. അവിടെ ചിത്രം വെച്ചില്ലേ, ഒരു തീ കെട്ടിട്ട് നല്ല തലവേന. ചായ വെച്ച് കുടിക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ ഉണ്ണിൻ്റെ ഡോക്ടറാണെങ്കിൽ 5:15 ടൈം പറഞ്ഞത്. ഇനി പുഴയ്ക്കൽ ബ്ലോക്ക് ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഞങ്ങളുടെ ആ 27 വർഷത്തെ കുറച്ച് ഓർമ്മകളൊക്കെ ഈ വഴി പോകുമ്പോൾ ഓർത്ത് പോട്ടല്ലേ കേട്ടാ. അങ്ങനത്തെ ഒരു വണ്ടി ആയിരുന്നു അല്ലേ? രമേശിന്റെ വണ്ടി പൊന്നല്ല, വേറെ ആരുടെ വണ്ടിക്ക് ആരുടെ വണ്ടിയാന്ന് അറിയില്ല, ഓർമ്മയില്ല അങ്ങനെ ആരുടെ വണ്ടിയാന്നുള്ളത്. രമേശിനെ കാണുന്നത് പിന്നെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ? എന്നെ ഇഷ്ടപ്പെട്ടിട്ട് പോയി ബോംബെക്ക് പോയതാ. ബോംബെന്ന് വരുമ്പോ കുങ്കുമൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നത് ഇതിനുള്ളത് നടക്കുന്നല്ല. എന്തായാലും എന്നെ പ്രേമിച്ചവരൊക്കെ ഭാഗ്യമുള്ളവരാ. എന്നെ പ്രേമിച്ചവർ എൻ്റെ അറിവിൽ 2 ആളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മനസ്സിലൊരുപാട് 27 വർഷം മുന്നത്തെ ആ ഒരു ദിവസത്തെ ഞങ്ങളുടെ റിസപ്ഷൻ കഴിഞ്ഞ് വരുന്ന ഒരു നേരം, അത് ആ ഒരു നാടിനോടും അത് ഭയങ്കര ഒരു ഫീലാട്ടോ. ആ നേരം നമ്മുടെ കുണിക്കുമ്പോൾ ഉറങ്ങിയിട്ടാ. പാമ്പർക്ക് ഭയങ്കര ക്ഷീണമായി കുണിക്കുമ്പോഴൊക്കെ. അങ്ങനെ ഞങ്ങൾ ഇതാദ്യമായിട്ടാട്ടോ നിങ്ങൾ ഈ ഒരു ദിവസത്തിൻ്റെ ഇതുകൂടി ഈ നേരത്ത് പോണത് അല്ലേ? കറക്റ്റ് നേരമാട്ടോ. ഞങ്ങൾ റിസപ്ഷൻ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്ന നേരമാണ്. എൻ്റെ വീട്ടിലേക്ക് വരുന്ന നേരമാണ്. ഉറക്കം വന്ന് ക്ഷീണമായിരിക്കണം, ഇങ്ങനെ കണ്ണ് കടഞ്ഞു പോയിരുന്നു. കക്കം വരെ പിള്ളേരോട് ഒളിച്ചൊളിച്ചിട്ട് എനിക്കറിയില്ലായിരുന്നു നാളെ എൻ്റെ കല്യാണം അറിയാം. പക്ഷെ ഇത് അങ്ങനെ സീരിയസ് മാറ്ററായിട്ട് ചിന്തിക്കാനുള്ള കഴിവൊന്നും എനിക്കുണ്ടായിരുന്നില്ല. നാളെ കല്യാണമാണ്, നാളെ അങ്ങനെ ചിന്തിച്ചു തോന്നില്ല. പിള്ളേരോട് ഒളിച്ച് കളിക്കായിരുന്നു. പിള്ളേർ സെറ്റ് ഉണ്ടായിരുന്നു. കല്യാണത്തിന് ചില ബന്ധുക്കളും മേമയുടെ മക്കളും എൻ്റെ കളിക്കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെയൊക്കെ കളിച്ചു. അറിയില്ല കല്യാണം അങ്ങനെ ചിന്തിക്കാൻ മാത്രമുള്ള ഒരു മെച്യൂരിറ്റി ഉണ്ടായിരുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ആരെങ്കിലും കല്യാണത്തിൻ്റെ തലേ ദിവസം ചെക്കൻ്റെ പേര് അറിയാം, ചെക്കൻ്റെ പേര് ചോദിക്കില്ലേ? ഞാൻ ചോദിച്ചില്ലേ. എന്താ ചെക്കനെ ശരിക്കും കാണാനും പറ്റിയില്ല, ചെക്കൻ്റെ പേരും അറിഞ്ഞില്ല, ചെക്കൻ്റെ നല്ല നല്ല കാര്യങ്ങൾ മാത്രം അറിഞ്ഞ കാരണം ഞാൻ രക്ഷപ്പെട്ടു അല്ലേ? യെസ്. കുട്ടിക്കാലത്ത് പോയി വന്നതിന് റേഷൻ കടയാണ് കേട്ടോ. റേഷൻ കട എൻ്റെ വീടിൻ്റെ വഴിയാണ്, വരടിയാണ് എൻ്റെ വീട്. കുട്ടിക്കാലം തൊട്ട് നമ്മൾ അറിയിങ്ങനെ
നടന്ന് കളിച്ച് വളർന്ന സ്ഥലം. മെഴുകുതിരി എത്തിക്കാൻ നമ്മുടെ കുരിശുപള്ളിയിലേക്ക് വരും. പള്ളി ഇതിവിടുത്തെയാണ്. LKG UKG ഇവിടെയാണ് പഠിച്ച്. ഇവിടെയാണ് മറിയാം ടീച്ചറുടെ വീട്. കാണാൻ തോന്നുന്നു മറിയാം ടീച്ചറുടെ വീട്. അങ്ങനെ നമ്മുടെ കുട്ടിക്കാലം. എൻ്റെ വീട് കേട്ടോ. എൻ്റെ വീട് വഴി വെച്ചത് എൻ്റെ വീട്ടിലേക്ക് മാത്രമായിരുന്നു അന്നത്തെ കാലത്ത് വഴി. സ്റ്റീഫായിട്ട് അവിടെ ഇതാട്ടോ എൻ്റെ വീട്. അതല്ല, അതിൻ്റെ ഉള്ളിലേക്കാണ് ആ കട റൂം കണ്ടത്. എൻ്റെ അച്ഛൻ പണിയിപ്പിച്ചതായിരുന്നു. എൻ്റെ വീട്ടിൽ ഇവിടെ ഒരു സിനിമ തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ പോയാ രാജപേട്ട കട, ബേക്കറി. നമ്മുടെ കുട്ടിക്കാലത്ത് ബസ് കയറാൻ നിന്നാൽ എഴുതി കണ്ട ഈ മതിലിൻ്റെ ഗ്യാപ്പിലൊക്കെ പോയി നിൽക്കും. ഇവിടെ ബസ് സ്റ്റോപ്പ്. പിന്നെ അരി പൊടിപ്പിക്കാൻ എവിടേക്ക് വരികയെന്ന് പറയാം കുട്ടിക്കാലത്ത്. വീട്ടിൽ നിന്ന് ഈ വഴിയൊക്കെ വരും കേട്ടോ. ഈ മെയിൻ റോഡിലൂടെ അല്ലേ വരും. ഇതുകൂടെ വീട്ടിൽ അവിടെ നിന്ന് ഇങ്ങനെ വരും. എന്നിട്ട് ഇതാ നമ്മുടെ മാണിയേട്ടൻ്റെ മില്ലിലേക്കാണ് അരി പൊടിപ്പിക്കാൻ വരിക. എന്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ 27 വർഷത്തെ ഓരോ കാര്യങ്ങളും മനസ്സിൽ ഒരുപാട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അതെന്തുകൊണ്ട് വെച്ചാൽ നമ്മുടെ ഹാപ്പി ആയതുകൊണ്ടല്ലേ അല്ലേ? അല്ലേ ഓരോരുത്തർ ഉറക്കം വന്നിട്ട് വാച്ച് വേണം. അങ്ങനെ ഞങ്ങളിത് ഉണ്ണീൻ്റെ ഡോക്ടറാണെങ്കിൽ തൃശ്ശൂർ ഡോക്ടർ അടിച്ച് നമ്മുടെ തിരുവമ്പാടി അമ്പലത്തിൻ്റെ ബാക്കിലാണ് ഇവിടെ ദിനേശ് പ്രഭു എന്ന് പറഞ്ഞ ഡോക്ടറാണ്. ആ ഡോക്ടർ കണ്ടു വന്നു. ഞങ്ങൾ തിരുവമ്പാടി അമ്പലത്തിൽ കയറി തൊഴാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും മുളക്കനോട് വിശുന്നത് വെച്ചാൽ ഒരു ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്ത് കുഞ്ഞൊരു ചായക്കട കേട്ടോ. ഞാനിതുപോലെ കുഞ്ഞിനെ കാണിക്കാൻ, കുഞ്ഞിന് ഈ ഡോക്ടറെ അവിടെ ചെറുപ്പത്തിൽ അലർജി കാണിച്ചെന്ന് അന്ന് കുഞ്ഞിനെ കാണിക്കാൻ വരുമ്പോൾ ഞാൻ കുറേ ദിവസം എന്നോട് പറയണു. ദോശ ഒരു ചട്നി അവിടെ കഴിക്കണം. അന്നൊരു അച്ചാച്ചനായിരുന്നു കേട്ടോ, വയസ്സായൊരു അച്ചാച്ചനായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചി അവിടെ പക്ഷേ വലിയ കട, വലിയ പ്രതീക്ഷിച്ചിട്ടൊന്നും നമ്മൾ പോവരുത്. വലിയ ടേസ്റ്റ് അങ്ങനെ ഒന്നും ചിന്തിച്ചു പോയത്. പക്ഷെ നമ്മുടെ നാടൻ ടേസ്റ്റ്, നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കഴിച്ച് വളർന്ന ആ ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് അതൊക്കെ ഒന്നും കൂടുതലും എനിക്ക് ഇഷ്ടമായത് ചമ്മന്തി ചട്നിയും. ഭയങ്കര ടേസ്റ്റാണ്. അതിലെ കൊള്ളി ഇഷ്ടമായിട്ട് കുണിക്കേച്ച്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഇത്രയും അമ്പലങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഈ പ്രായത്തിൽ ഒരുപാട് അമ്പലങ്ങളിൽ പോയി. പക്ഷേ തിരുവമ്പാടി അമ്പലം എന്തൊരു നീറ്റായിട്ടാണ് ഒരു അമ്പലം. ഒരു ദേവസ്വത്തിനോട് സെല്യൂട്ട് ചെയ്യണം. സത്യം അത് നോക്കി നടത്തുന്നവരുടെ ഒരു കഴിവ് തന്നെയാണ്. ഒരു എണ്ണോ ഒരു ഒട്ടിലോ ചവിട്ടണ സാധനം എന്തൊരു നീറ്റായിട്ടാണെന്ന് പറയും ആ അമ്പലം. അവർ നല്ല എപ്പോഴും തിരക്കുള്ള ഒരു അമ്പലമാട്ടോ. അങ്ങനെ ഈ അമ്പലത്തിൻ്റെ മുന്നിൽ മുല്ലപ്പൂ വെക്കണ ചേട്ടനാണ് കേട്ടോ. പിന്നെ അമ്പലത്തിന് പോയി തൊഴാൻ പോകുമ്പോൾ ഒരു മുല്ലപ്പൂ വെക്കുക. അതെൻ്റെ എനിക്ക് ഒരു തുണ്ട് മതി. ഒരു ആ ചേച്ചി പിന്നെ 100 രൂപയ്ക്ക് എടുക്കട്ടെ. പിന്നെ അങ്ങനെ എടുത്താണ്. എനിക്ക് ഒരു മുഴ വേണ്ട കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. നമ്മളൊരു അമ്പലത്താകുമ്പോൾ ഒരു മുഴ മുല്ലപ്പൂ കിട്ടിയ ചിലപ്പോൾ കുണുക്കുകയും ഞാനും കൂടിയിട്ട് ഒരു മുഴ മേടിക്കാറുള്ളൂ കേട്ടോ. തുണ്ട് കുണിക്കുകയോ തുണ്ട് ഞാൻ വെക്കാൻ പൊന്നുണ്ടെങ്കിൽ കുഞ്ഞിനൊക്കെ ഉള്ളപ്പോൾ ഞാൻ 2 മഴ പിടിച്ച എല്ലാവരും വെക്കും. കാർത്തും കുഞ്ഞിനും സാമി കുട്ടി അങ്ങനെ വേണ്ടാവുന്നുള്ളൂ. അവൾക്ക് പിന്നെ ഇപ്പോഴത്തെ ശീലക്കേടും കാരണമൊക്കെ അല്ല. പിന്നെ അവൾ നിർബന്ധി വേണമെന്ന് വെച്ചപ്പോൾ വേണ്ടമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറിയായിട്ട് ഞാൻ ഒരുപാട് ആർഭാടങ്ങളോ കാരണമോ ഒന്നും ആക്കിയില്ല. ഇനിയിപ്പോൾ അതിന് സാഹചര്യം വരുമ്പോൾ നമുക്ക് ആക്കാലാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ സിമ്പിളായിട്ട് ഒരു ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് വന്നത് കേട്ടോ. സിമ്പിളായിട്ട് എന്താ വെച്ചാൽ ഉണ്ണുള്ള മൈൻഡ് ഉണ്ണൂറ് കുറേ ദിവസമായില്ലേ രാവിലത്തെ കൂടെ ആളെടുക്കോ ഇത് അടിച്ചു വരാനും തുടയ്ക്കാനും പാപ്പനോട് പിന്നെ അമ്മയുടെ നോക്കണ്ട. ഇപ്പൊ വാങ്ങിച്ചു അല്ല അതാ ഇതാ ഇത് ഞാൻ അവിടെ കൊടുക്കട്ടെ. ഒരു സ്പൂണൊന്നും തരുമോ ബ്രോ? ഷോർട്സിൽ കൂടി എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാട്ടോ എടുക്കണേ. ഓക്കെ കട്ടല്ലേ എനിക്കറിയാം ഞാൻ ചെള്ളാനോ. ഞങ്ങൾക്ക് വിശപ്പുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഒരു 230 രൂപയ്ക്ക് ഞങ്ങളുടെ 4 ആളെ വയറ് നിറഞ്ഞ് അല്ലേ ഓവർ ഫുഡാട്ടോ മേടിച്ച് കഴിച്ചത്. സത്യത്തിൽ അത്ര ആവശ്യമില്ലേ പോലും ഞങ്ങൾ 230
30 രൂപയാണ് കേട്ടോ ഫുഡിനായത്. എനിക്ക് ഞാൻ പറഞ്ഞ വലിയ റെസ്റ്റോറൻറ്റിൽ നിന്ന് കയറി കഴിക്കണേക്കാൾ ഒരു ഫീൽ ആ ഒരു ഹോട്ടലിൽ ഞങ്ങൾക്ക് ചായക്കടയിൽ കിട്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങളൊരു ഐസ്ക്രീം കേക്കാണ് കേട്ടോ. നമ്മളെ ആ ഷോപ്പിലുള്ളവർക്ക് എല്ലാവർക്കും അതിൽ നോൺ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് വെജ്ജിൽ മാത്രമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എല്ലാ സാധനവും വെജ്ജായിരിക്കും, നോണൊന്നും വരില്ല. അതാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളൊരു ഐസ്ക്രീം കേക്ക് മേടിച്ച് ഞങ്ങൾ എല്ലാവരും കഴിക്കട്ടെ. പിന്നെ മേടിച്ച് എന്താ വെച്ചാൽ ഒരു വെജിറ്റബിൾ ഒരു നെയ്ച്ചോറ് മേടിച്ചു കൊടുത്ത് ഉണ്ണികൾക്ക്, ഒരു നെയ്ച്ചോറ്, പിന്നെ ഒരു പനീറിൻ്റെ പിന്നെ ഞങ്ങൾ മേടിച്ചത് പനീറിൻ്റെ പിസ്സ മേടിച്ചു കേട്ടോ. ഒരു പൊന്നിനൊരു കഞ്ഞി മേടിച്ചു. ശോഭ സിറ്റിയിൽ പോയിട്ട് ഞങ്ങളുടെ വെഡിങ് അനുസരിച്ച് ഫുഡായിരുന്നു. കഞ്ഞിയും ചമ്മന്തിയും പിന്നെ ഒരു നെയ്ച്ചോറും അതിലേക്ക് പനീറിൻ്റെ കാര്യം ഉണ്ണികൾക്ക് മേടിച്ചിട്ട് ഒരെണ്ണം മേടിച്ചുള്ളൂ. പിന്നെന്താ ഞങ്ങളുടെ വയറെല്ലാവരും ഫുള്ളായിരുന്നു. പിന്നെ പറഞ്ഞു ഇത്ര തന്നെ മേടിച്ചുള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.